ഹലോ, ഇന്ന് നമുക്കൊരു വാട്ടർ ഈറ്റിംഗ് ഡേ കണ്ടാലോ. അപ്പോൾ കാലത്ത് തന്നെ കഴിച്ചത് 6 ബദാം ഇതേപോലെ കുതിർത്തിയിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും കൂടിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇതേ മാങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അത് വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അത് കുടിച്ചു കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് 2 ഗുളിക കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ 2 ഗുളികയും കൂടി കഴിച്ചു. പിന്നീട് ഉച്ചയ്ക്ക് നമുക്ക് ചോറ്, സാമ്പാർ, അതേപോലെ തന്നെ ചീരപ്പേരിയും ചമ്മന്തിയും അതേപോലെ തന്നെ ഉണക്കമീനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് കഴിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ഈ ഒരു സമയത്ത് കുടിക്കുക. ഇനി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ആണ് കേട്ടോ അടുത്ത പരിപാടികളൊക്കെ ചെയ്യാറ്. ഇതേ കുറച്ച് നേരത്തെ വിശ്രമമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 3 മണിയാകുമ്പോഴത്തേനും ഒരു പേരയ്ക്കയും അതേപോലെ തന്നെ കുറച്ച് പച്ചമുന്തിരി ഉണ്ടായിരുന്നു കേട്ടോ. പേരയ്ക്ക ഇതേപോലെ ചെറിയ പീസാക്കിയിട്ടാണ് കഴിച്ചത് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇത് രണ്ടും കൂടി കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു 4:30 ആകുമ്പോഴത്തേന് നമ്മൾ കാലത്ത് ഉണ്ടാക്കിയ ജ്യൂസിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും അതേപോലെ തന്നെ പുഴുങ്ങിയ കോഴിമുട്ടയും കൂടിയിട്ടാണ് കഴിച്ചത്. അപ്പോൾ കോഴിമുട്ടയിൽ കുറച്ച് കുരുമുളകും അതേപോലെ തന്നെ ഉപ്പും അതിൻ്റെ മേലായിട്ട് ഇതേപോലെ വെതറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മെയിലൊക്കെ കഴുകി ഒരു 6:30 ആകുമ്പോഴത്തേന് 2 ചെറുപഴം അതിൻ്റെ കൂടെ കടലമിഠായി ഇരിക്കുന്നത്. അപ്പോൾ അതിന് ചെറിയ പീസും കഴിച്ചിട്ടോ. പിന്നെ രാത്രിക്ക് നമുക്ക് ഉച്ചയ്ക്ക് കഴിച്ച അതേ ഭക്ഷണം തന്നെയായിരുന്നു കേട്ടോ. ചോറും ഉണക്കമീൻ വറുത്തതും ചമ്മന്തിയും പിന്നെ അതിൻ്റെ കൂടെ ചീരപ്പേരും ഉണ്ടായിരുന്നു കേട്ടോ. രാത്രി ഒരു ഗുളികയും കൂടി കഴിക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.